ഈ സംഘപരിവാർ അനുയായികൾ സുരേഷ് ഗോപിനെ തോൽപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവരെ കട്ടയും മടയും മുടങ്ങും എന്നുള്ള കാര്യം വളരെ ഉറപ്പാണ്. കൃത്യമായ മെസ്സേജ് മോളത് പോയിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും. ശരിക്കും മടങ്ങും. റേഷൻ കാർഡ് വരെ ഇതിപ്പോ അവസ്ഥാവിശേഷം ഉണ്ടാവും. അതുകൊണ്ടാണ് ഇപ്പൊ ആരും ഒന്നും ഉണ്ടാകുന്നത്. കാരണം BJP ഈ പള്ളിയുടെ വിഷയമൊക്കെ എടുത്തിടാൻ കാരണം അതെ, അത് ഇങ്ങനെ വല്ല താല്പര്യത്തിന് പുറത്തായിരിക്കും എടുത്തിട്ടുണ്ടാവുക. പക്ഷെ അത് അവർക്ക് കൃത്യമായിട്ടുള്ള നിർദ്ദേശം കിട്ടിയിട്ടുണ്ട്. അതൊക്കെ അതൊന്നും അങ്ങനെ ഒരു വിഷയമേ വേണ്ടെന്നാണ് തീരുമാനം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ സുരേഷ് ഗോപി ഈ ഇലക്ഷൻ സുരേഷ് ഗോപി വരുന്നതിന് മുൻപ് തന്നെ അവിടെ ഈ BJPയുടെ ഇന്നർ പൊളിറ്റിക്സിൽ പറഞ്ഞത് അങ്ങനെ സുരേഷ് ഗോപി ജയിച്ചു പോയി കഴിഞ്ഞാൽ പല നേതാക്കൾക്കും അതൊരു തടസ്സമാകുമല്ലോ, അതുകൊണ്ട് പലരും തോൽപ്പിക്കാൻ നിൽക്കുമെന്നൊക്കെ കേട്ടിരുന്നു. പക്ഷെ ഇപ്പൊ ഈ അടുത്തിടെയായിട്ട് അങ്ങനെ കേൾക്കുന്നില്ല. അതെന്തുകൊണ്ടായിരിക്കാം? അല്ല, അതുണ്ട്. അതുണ്ട്. പലർക്കും അങ്ങനെ താല്പര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ആ താല്പര്യം അല്ലല്ലോ ഇപ്പം പണ്ടത്തെ BJP അല്ലല്ലോ. സെൻട്രലിൽ മൊത്തം ഇന്ത്യ മൊത്തം ഭരിക്കുന്ന BJP, ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വാധീന ശക്തിയുള്ള രാഷ്ട്രീയ പാർട്ടി. അതിൽ സുരേഷ് ഗോപി നരേന്ദ്രമോദിന്റെ അമിത്ഷാ വളരെ വേണ്ടപ്പെട്ട ആളെ സുരേഷ് ഗോപി വരുമ്പോൾ ഇനി സുരേഷ് ഗോപിനെ വലിച്ചാൽ ഇവരൊന്നും രാഷ്ട്രീയത്തിന് മാത്രമല്ല ഇപ്പൊ സംസ്ഥാനത്ത് ഉണ്ടാവില്ല എന്നുള്ള മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. ആ മെസ്സേജ് കൊടുത്തോണ്ട് അവർ വലിക്കില്ല. ഇനി വലിച്ചാൽ അവിടെ ആരും പോക്കാം. അത് മോളെന്നുള്ള തീരുമാനമാണ്. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ നിങ്ങൾ ഈ പറയുന്നതിനെ വന്ന് ശരിയാ. സുനിലും അതുപോലെ തന്നെ പ്രതാപനൊക്കെ വളരെ വേണ്ടപ്പെട്ടതാണ്. അപ്പൊ ഞാൻ നിങ്ങളെ സുഹൃത്താണ്. ഇപ്പൊ നിങ്ങൾ ബിസിനസ് ആവശ്യമാണ്, നിങ്ങൾ ദുബായി പോയി സമ്പത്ത് കുടുങ്ങി പോയി. സുനിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ സത്യസന്ധ ബിസിനസ് ചെയ്താണ് നിങ്ങളെ പറ്റിച്ചാണ്. നിങ്ങളെ വേണമെങ്കിൽ രക്ഷപ്പെടുത്തിയെടുക്കാം. സുനിലിന് എന്ത് ചെയ്യാൻ പറ്റും? പ്രധാനമന്ത്രി എന്ത് ചെയ്യാൻ പറ്റും? സുരേഷ് ഗോപിക്ക് പറ്റും. അങ്ങനെ പ്രധാനമന്ത്രിയുടെ വളരെ അടുത്ത ആളാണ്. പ്രധാനമന്ത്രി ലോകത്തെ പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ കണക്റ്റഡ് ആയിട്ടുള്ള ആളാണ്. അപ്പൊ എന്ത് സംഭവിക്കും? അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ പ്രശ്നം, നിങ്ങൾക്ക് ഈസിലി നിങ്ങളെ MP അപ്രോച്ച് ചെയ്ത കാര്യം നടക്കുന്നു ഒരു ഫീല് നിങ്ങൾക്കുണ്ട്. ആ ഫീല് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇദ്ദേഹത്തിന്റെ കൂടെ ഉണ്ട് ഫീലാണ് പറയുന്നതുകൊണ്ട് നിരന്തരം കൊടുത്തോണ്ടിരിക്കുന്നത്. നിങ്ങൾ എന്താ ചിന്തിക്കുക? നിങ്ങൾ അന്തം കമ്മിയോ അന്തം കോങ്ങിയോ അന്തം സംഖ്യയോ അല്ലെങ്കിൽ നിങ്ങൾ പ്രാക്ടിക്കലായി ചിന്തിക്കും. പിന്നെ സുരേഷ് ഗോപി പ്രാക്ടിക്കലായി ചിന്തിക്കുക. സുരേഷ് ഗോപിക്ക് എതിരായി നിങ്ങളെ ചിന്തിപ്പിക്കുന്ന ഫാക്ടർ അല്ല. അദ്ദേഹത്തിന് മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ പറയുമെന്നുള്ള നെഗറ്റീവ് ആണെങ്കിൽ അദ്ദേഹം ഒരു ഹിപ്പോക്കാറ്റ് അല്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾക്ക് പറയും ഒരു ഹിപ്പോക്കാറ്റിന്റെ തരം നിങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഹിപ്പോക്രസിയാണോ പച്ചയായ മനുഷ്യരാണോ? പച്ചയായ മനുഷ്യർ യോഗ്യനായ മനുഷ്യരാണെങ്കിൽ നിങ്ങൾ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യും. അതായത് ക്രിസ്ത്യൻ വോട്ടിലാണ് എനിക്ക് അതിലൊരു ഷിഫ്റ്റ് വരാൻ കാണുന്നത്. ക്രിസ്ത്യാനികൾ ഇത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയുന്ന ആളുകൾ. അവര് ഈ മതം എന്നൊക്കെ കേട്ടാൽ മുസ്ലിങ്ങളെ പോലെ അതിന് പിന്നാലെ 24 മണിക്കൂർ ഓടുന്ന ആളുകളൊന്നുമല്ല. പക്ഷെ അവർക്ക് കൃത്യമായ മതവിശ്വാസമുണ്ട്. അതൊരു ഫോളോയും ചെയ്യും. എന്നാൽ നിലപാടുകൾ എടുക്കുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും പരിഗണിച്ചുള്ള നിലപാട് അവരെടുക്കുള്ളൂ. അത് ക്രിസ്ത്യൻ വോട്ടുകൾ വരുന്ന ഷിഫ്റ്റും യുവാക്കളും സ്ത്രീകളും അതെ ആരാലും അങ്ങനെ ഒരുപാടൊന്നും നയിക്കപ്പെടില്ല. സ്ത്രീകൾക്ക് അവരുടെ സ്പേസ് ഉണ്ട്, എസ്പെഷ്യലി മൊബൈലൊക്കെ വന്നതിന്. അപ്പൊ അവർക്ക് സുരേഷ് ഗോപിന് വെറുക്കാൻ കാരണം വേണ്ട. നിങ്ങളിപ്പോ ആപാട് മറ്റേ കേസാണ് പറയുന്നത്, കോഴിക്കോടെ മാധ്യമപ്രവർത്തകർ അതെന്താ സംഭവം? ഇത്രയും ക്യാമറകൾ നിൽക്കുമ്പോൾ നമുക്കത് ഒരു മോളോ പോലെയാണ് അദ്ദേഹം ഇടപെടുന്നത് നമുക്ക് മനസ്സിലാവും. അല്ല ആരെങ്കിലും ഈ പണിക്ക് നിൽക്കും. അപ്പൊ ആ കേസ് അദ്ദേഹത്തിന് ഗുണം ചെയ്തു. ഉപകാരം. ഒരു മനുഷ്യനെ വെറുതെ ക്രൂശിക്കപ്പെടുകയാണ്. അവിടെ ജീസസിന്റെ ഇമേജിലേക്ക് അദ്ദേഹം വന്നു. നിങ്ങൾ ഒരുപാട് ആളുകളെ വെറുക്കും. നിങ്ങൾ പിണറായി വിജയൻ, നരേന്ദ്രമോദി ഇവരൊക്കെ നിങ്ങൾ ഒരുപാട് വെറുത്തതാണ്. ഇതിലെന്തായി? ഈ വെറുത്ത ആളുകളാണ് അവസാനം ജനങ്ങൾ സ്നേഹിച്ചു കൊടുക്കുന്നത്. സുരേഷ് ഗോപിനെ പോലെ പൊതുവെ യോഗ്യനായ ആളെ പറ്റി നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പോൾ കൂടുതൽ അദ്ദേഹത്തിന് എന്തോ നന്മയുള്ളതുകൊണ്ടാണ്. ആ നന്മ ഞങ്ങൾക്ക് കൂടി ഗുണകരമാണ്. അതിലില്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെയുള്ള സ്ഥിരം ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഫീൽ വന്നാലും സ്ത്രീകൾ വോട്ട് ചെയ്യുമ്പോൾ ഭർത്താവ് കൂടെ പോയില്ലല്ലോ. തീർച്ചയായും. അപ്പൊ സുരേഷ് ഗോപിക്ക് പറയുന്നത് ശക്തമായ സാധ്യത ഉണ്ട് എന്നാണ്. അല്ല, ട്രെൻഡ് മുതലാക്കാൻ കാര്യം ബുദ്ധിമുട്ടാണ്. കാരണം എന്ന് വെച്ചാല് ഒന്ന് UDF കോൺഗ്രസ് ആണ് പ്രധാനപ്പെട്ട സഖ്യകക്ഷി. അവർക്ക് സംഘടനാ സംവിധാനമില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, കഴിഞ്ഞ ഇലക്ഷനിൽ അവരുടെ കൂടെ മാണി കോൺഗ്രസ് അവരുടെ കൂടെ അല്ല, ജനതാദൾ അവരുടെ കൂടെ അല്ല, ഇവരൊക്കെ അങ്ങോട്ടേക്ക് പോയി. പിന്നെ പിണറായി വിജയൻ ഒരുപാട് വെറുക്കാൻ മാത്രമുള്ള ശബരിമല പോലത്തെ ഒരു വിഷയവും ഇപ്പൊ ഇല്ല. അപ്പൊ സ്വാഭാവിക LDF ശക്തമായ മേൽക്കൈ ഈ ലോക്സഭാ ഇലക്ഷൻ ഉണ്ടാവാനാണ് സാധ്യത. മാത്രമല്ല ലീഗ് ഇപ്പം പ്രശ്നം ഉണ്ടാക്കുന്നതോട് കൂടിയിട്ട് ലീഗ് പല സ്ഥലത്തും UDF വോട്ട് ചെയ്യാതിരിക്കും. ഈ മൂന്നാമത്തെ കിട്ടിയിട്ടില്ലേ. ഇനി മൂന്നാമത് കിട്ടിക്കഴിഞ്ഞാൽ ഹിന്ദുക്കൾ എതിരാവും. പക്ഷെ നായർ കമ്മ്യൂണിറ്റിയൊക്കെ UDF കിട്ടുന്ന വോട്ട് മൂന്നാം മന്ത്രിസ്ഥാനം പോയത് ചോദിച്ചു. അല്ല, അഞ്ചാം മന്ത്രിസ്ഥാനം കിട്ടിയോട് കൂടിയിട്ടാണല്ലോ ഇവിടെ സ്ഥിരമായി പ്രതിപക്ഷത്തിരിക്കാൻ തുടങ്ങി. അതുപോലെ സംഭവിക്കും. അതുകൊണ്ട് ലീഗ് ഈ വീടിന്റെ ഐശ്വര്യം എന്ന് BJP-കാരൊക്കെ പറയേണ്ട അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കോൺഗ്രസ് ഇല്ലാതെ പോകും. എന്ന് വെച്ചാല് ഈ ഇലക്ഷൻ ലീഗ് LDF-ന്റെ കൂടെ പോകുകയാണെന്ന സാധ്യത വന്നാൽ അവിടെ കേരളത്തിൽ കോൺഗ്രസ് ഇല്ലാതെ പോകും. അപ്പൊ BJP-കാർക്കാണ് അതിന് ഗുണം കിട്ടുക. ഹിന്ദു വോട്ട് CPM-ലേക്ക് പോകാൻ സാധ്യത കുറവാണ്. അങ്ങനെ CPM-ന് കിട്ടാന്ന് പറഞ്ഞാൽ ഹിന്ദുക്കൾ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. കുറച്ചേ കിട്ടാതെ അത് BJP-ലേക്ക് പോകും. അവർ സുരേഷ് ഗോപിക്ക് ലീഡർഷിപ്പിലേക്ക് വരുന്ന കാലഘട്ടമായിരിക്കും. അപ്പൊ മറാഠി ഭവനിലെ ലീഗ് ഈ വീടിന്റെ ഐശ്വര്യം നേടിയെടുക്കും. മറ്റേ നമ്മൾ എപ്പോഴും BJP നേതാക്കള് രഹസ്യമായിട്ടെങ്കിലും പറയുന്ന ഒരു കാര്യമുണ്ട്, ലീഗ് CPM-ലോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ BJP വളരെ അത് സംഭവിക്കുക. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് നേതാക്കൾ കൂട്ടത്തോടെ BJP-ലോട്ട് പോകും.
കോൺഗ്രസ് നേതാക്കൾ പോകണമെന്നില്ല, നാട്ടുകാർ പോകും. കോൺഗ്രസ് അനുഭാവികളായ ആൾ അവർക്ക് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ സ്വാധീനമുള്ള കേരളത്തിൽ ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അവര് സ്വാഭാവികമായിട്ടും ഒരു പരിധി CPM എത്തിരാന്ന് ആനേനെയും മോയലിനെയും ഒരുമിച്ച് കൊണ്ടുവരാൻ ഒരു പരിധി കൂടെ പറ്റില്ല. ആളുകൾ വ്യത്യസ്തമായ താല്പര്യം ഉണ്ടാവും. മുസ്ലിങ്ങൾ CPM-ന്റെ കൂടെ നിൽക്കും, ക്രിസ്ത്യാനികളും മറ്റേ ഇവരും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും തന്നെ ഒരു എലീറ്റ് നായർ കമ്മ്യൂണിറ്റിപ്പെട്ട ആളുകളിൽ ഒരു കോൺഗ്രസ് സപ്പോർട്ട് ചെയ്യുന്നതിന് നല്ലൊരു പങ്ക്. അവർക്ക് CPM-ന്റെ കൂടെ പോകാൻ ബുദ്ധിമുട്ടായി. എസ്പെഷ്യലി ശബരിമല വിഷയം അവരൊരു സാധ്യത ഉണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞു, ശബരിമല വിഷയത്തില് ആ മുസ്ലിം പെൺകുട്ടീനെയൊക്കെ കയറ്റിയില്ലേ. അപ്പൊ ഇത്തരം സാഹചര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് NSS വിളിച്ചു അത് ചെയ്യരുതെന്ന് വിളിച്ചു പറഞ്ഞു. കൊടിയേരിയും വിളിച്ചു പറഞ്ഞു, പിന്നെ നമ്മുടെ ഇയാളെ വിളിച്ചു പറഞ്ഞു, അതെ മുഖ്യമന്ത്രിയും വിളിച്ചു നോക്കണ്ടേ. പക്ഷെ ചെയ്തു, മനസ്സിലായോ, ചെയ്തു എന്നുള്ളത്. അപ്പൊ ചെയ്തതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു? പിന്നെ NSS ഇനി എടുക്കാനാവാത്ത വിധം പിണറായി നിന്നാവും. അല്ലെങ്കിൽ NSS-ഉം പിണറായിക്ക് സപ്പോർട്ടീവ് ആയിരിക്കാൻ അതൊരു പിന്നെ ഒന്നും ചിന്തിക്കേണ്ടി വരില്ലേ. ഇപ്പം NSS മാത്രമല്ല, NSS-ന് നിങ്ങൾ എന്തെങ്കിലും ഒരു 4 സ്കൂൾ കൊടുത്തോണ്ടോ കോളേജ് കൊടുത്തോണ്ടോ എന്ന് സന്തോഷിക്കുന്ന സംഘടനയല്ല. അവർക്ക് നിലപാടാണ് പ്രധാനം. അവരുടെ നിലപാട് കൃത്യമാണ്. അപ്പൊ മന്ന് ചെന്തിനെ അടുത്ത് ഞാൻ പറഞ്ഞു, അത് പക്ഷെ അവരങ്ങനെ കാര്യമാക്കിയില്ല. പക്ഷെ ഈ ശബരിമല വിഷയം ഒരു ഇമോഷൻ NSS ആണ് നിലപാടെടുത്തത്. അന്ന് CPM-ഉം കോൺഗ്രസും പിന്നെ BJP എല്ലാം തന്നെ എന്താ ചെയ്തത്? അവരെല്ലാം തന്നെ ഇതിന് കോടതി വിധി അനുകൂലിച്ച. NSS ആണ് എതിർത്തതും നാമജപ ഘോഷയാത്ര തുടങ്ങിയത്. നാമജപ ഘോഷയാത്ര ആളെ കണ്ടിട്ടാണ് ഇവന്മാർ കോൺഗ്രസ് BJP-ക്കാർ നിലപാട് വരുന്നത്. NSS വളരെ കൃത്യമാണ്. അപ്പം ആ വിഭാഗത്തിൽപ്പെട്ട കോൺഗ്രസ് സപ്പോർട്ട് ചെയ്ത ആളുകൾ, പിന്നെ ക്രിസ്ത്യാനികളിൽ ലീഗ് വരുന്നതോട് കൂടിയിട്ട് അത്യത്തെ 5-ാം മന്ത്രിയാണ് മാണി സാറിനെ മകനെയൊക്കെ അകറ്റിയത്. ആ സംഭവം അവരെന്ത് ചെയ്യും? ഇവരിങ്ങോട്ട് വരുന്നതോടുകൂടി അവർ കൂടുതൽ എതിരാവുകയും അവര് എന്ത് ചെയ്യും? അങ്ങോട്ട് മാറുകയും ചെയ്യും. അവര് BJP-യിലേക്ക് പോകാൻ സാധ്യത.